പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ എക്സാം മെയ് 4-ാം തീയതി നമ്മൾ ഒരുമിച്ച് എക്സാം എഴുതാൻ പോവുകയാണ്. ആ എക്സാം എഴുതുവാൻ വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് നിങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയ് 4-ാം തീയതിയെക്കുറിച്ചാണ്. മെയ് 4-ാം തീയതി എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കറിയാം 11 മണിക്കാണ് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആകുന്നത്. അതുപോലെ ഗേറ്റ് ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് 1:30 ഇനി നമ്മൾ എക്സാം ഹാളിലേക്ക് നമ്മൾ ആദ്യത്തെ പ്രാഥമികമായ പരിശോധനകൾക്കൊക്കെ ശേഷം നമ്മൾ എക്സാം ഹാളിലേക്ക് ചെല്ലുകയാണ്. ഒരു പക്ഷേ 11:30-11:45 നമ്മൾ എക്സാം ഹാളിലേക്ക് ചെല്ലും. അതിനുശേഷം 2 മണി മുതൽ 5 മണി വരെയാണ് നമ്മുടെ എക്സാം. ഈ 2 മണി മുതൽ 5 മണിയുള്ള എക്സാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആ 2 മണി വരെയുള്ള സമയം. നമ്മൾ ഒരു പക്ഷേ 11:30 എക്സാം ഹാളിൽ കയറുന്നെങ്കിൽ 11:30 തൊട്ട് 2 മണി വരെ നമ്മുടെ കയ്യിലുണ്ട്. ആ സമയം എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ആ സമയത്ത് വേറെ വർക്കുകൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ഹാളിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ എക്സാമിനെ പ്രത്യേകിച്ച് സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തോട്. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിനെ കുറിച്ച് ചിന്തിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുക. മൂന്നാമതായിട്ട് നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. അതായത് ഞാൻ എഴുതാൻ പോകുന്ന ഈ എക്സാം അത് ഇന്ത്യയിലെ 20 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതുന്നതായിരിക്കും. പക്ഷേ എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഞാൻ ഇതിന് നല്ല മാർക്ക് മേടിക്കും, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ റിസൾട്ട് കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. അങ്ങനെ 2 മണിക്ക് എക്സാം എഴുതുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുക. അതായത് ഞാൻ 2 മണിക്ക് എഴുതാൻ പോകുന്ന എക്സാം തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക. ഇനി എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാമത്തേതാണ്, നിങ്ങൾ ഒരിക്കലും ആ സമയത്ത് ഇരുന്ന് ഉറങ്ങരുത്. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ 2 മണി മുതലുള്ള 5 മണി വരെയുള്ള എക്സാമിനെ ബാധിക്കും. കാരണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണ് പിന്നെ എക്സാം എഴുതുന്നത്. അതുകൊണ്ട് ഉറങ്ങാനായിട്ട് സാഹചര്യം വന്നാൽ അത് ഒഴിവാക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചുറ്റുപാടും നോക്കി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധ നമ്മുടെ എക്സാമിനെ കുറിച്ചായിരിക്കണം, അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ചായിരിക്കണം. അതിൽ നമ്മൾ ഒരിക്കലും ഇരുന്ന് റിവൈസ് ചെയ്യരുത്. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ അത് നമ്മുടെ മെമ്മറിയെ ഫ്രീ ആയിട്ട് വിടുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, നമ്മൾ പഠിക്കാത്ത ചില ടോപ്പിക്കുകളൊക്കെ കാണും. ചിലപ്പം ചിലർ റിവൈസ് ചെയ്യാൻ പറ്റി കാണുകയായിരിക്കും, അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ സംശയം കാണും. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചിന്ത വന്നു കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല, സാരമില്ല, എനിക്ക് ഈ എക്സാമിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുവേലെന്ന് വിചാരിച്ചിരുന്നാൽ മതി. കാരണം നമ്മൾ അത് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ടെൻസ്ഡ് ആവും. അപ്പോൾ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം നന്നായിട്ട് എഴുതുവാനായിട്ട് പറ്റത്തില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. അതിൽ നിറച്ച് വെള്ളവുമായിട്ടാണ് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ 1:30 വരെയുള്ള സമയം അല്ലെങ്കിൽ 2 മണി വരെയുള്ള സമയം നമ്മൾ വെള്ളം കുടിച്ച് സമയം കളയാമെന്ന് വിചാരിക്കരുത്. കാരണം അതിന് പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എക്സാമിൻ്റെ സമയത്ത് വെള്ളം കുടിക്കാൻ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം. അതുപോലെ തന്നെ എക്സാം സമയത്ത് നമ്മൾ വാഷ്റൂമിൽ വല്ലതും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയം കൂടെ നഷ്ടപ്പെടുകയാണ്. അത്ര പോയി തിരിച്ചു വരുന്ന സമയം, സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന സമയം എല്ലാം വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക. അതുപോലെ നിങ്ങളുടെ നെഗറ്റീവായിട്ട് ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കരുത്. എല്ലാം പോസിറ്റീവ്, ബി പോസിറ്റീവ്. എനിക്ക് സാധിക്കും, എനിക്ക് ലഭിക്കും, അല്ലെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ എക്സാമിനെ ഡീൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും എളുപ്പമായി തീരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്.